നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടിനെ ഭീതിയിലാക്കി വീണ്ടും കുറുവാ സംഘങ്ങൾ രംഗത്ത്. മണ്ണഞ്ചേരിയിൽ വീട്ടമ്മയുടെ 3.5 പവന്റെ മാല കവർന്നു. മറ്റൊരു വീട്ടിലും മാല പൊട്ടിച്ചു. നിരവധി വീടുകളിൽ മോഷണ ശ്രമം. ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമി മഹോത്സവത്തിന് കൊടികയറി. ചൊവ്വാഴ്ച രാവിലെ 8-നും 8:45-നും മധ്യയാണ് കൊടിയേറ്റ് ചടങ്ങ് നടന്നത്. നവംബർ 23-നാണ് ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി. സീപ്ലെയിൻ പദ്ധതി അഷ്ടമുടിക്കായലിലോ പുന്നമടക്കായലിലോ അനുവദിക്കില്ലെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും മത്സ്യത്തൊഴിലാളി നേതാവുമായ TJ ആഞ്ചലോസ്. ഡാമിലോ മത്സ്യബന്ധനമില്ലാത്ത ജലാശയങ്ങളിലോ സീപ്ലെയിൻ പറക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നും ആഞ്ചലോസ്. കേരളത്തിലെ യുവജനങ്ങൾക്ക് ലോകത്തിൽ മുൻനിരയിലെത്താൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം ഉറപ്പാക്കണമെന്ന് മന്ത്രി P. പ്രസാദ്. മാറുന്ന ലോകത്തിന് അനുസരിച്ചുള്ള മാറ്റം അനിവാര്യമാണെന്നും P. പ്രസാദ് പറഞ്ഞു. കേരളത്തിലെ ആദ്യ വനിതാ ഡഫേദാർ ആലപ്പുഴയിൽ ചുമതലയേറ്റു. പവർ ലിഫ്റ്റിംഗ് താരമായ ചേർത്തല ചെത്തി സ്വദേശിനി K. സിജിയാണ് ആലപ്പുഴ കളക്ടറുടെ ഡഫേദാറായി ചരിത്രത്തിൽ ഇടം നേടിയത്. വാർത്തകൾ വിശദമായി. നാടിനെ ഭീതിയിലാക്കി വീണ്ടും കുറുവാ സംഘങ്ങൾ രംഗത്ത്. മണ്ണഞ്ചേരി കോമളപുരം മേഖലയിൽ കവർച്ചയും കവർച്ചാശ്രമവും. വീട്ടമ്മയുടെ 3.5 പവൻ കവർന്നു. മറ്റൊരു വീട്ടിൽ മാല പൊട്ടിച്ചെങ്കിലും അത് മുക്കുപണ്ടമായിരുന്നു. നിരവധി വീടുകളിൽ മോഷണ ശ്രമവും നടന്നു. ആശങ്കയിൽ നാട്. ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. മണ്ണഞ്ചേരി പഞ്ചായത്ത് 11, 12 വാർഡുകൾ ഉൾപ്പെടുന്ന കോമളപുരം മേഖലയിലാണ് തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം മോഷ്ടാക്കൾ ഇറങ്ങിയത്. കുറുവാ സംഘത്തോട് സാദൃശ്യമുള്ള മോഷ്ടാക്കളാണ് കവർച്ച നടത്തുന്നത്. മണ്ണഞ്ചേരി 11-ാം വാർഡിൽ മാളിയേക്കൽ കുഞ്ഞുമോൻ്റെ ഭാര്യ ഇന്ദുവിൻ്റെ കഴുത്തിൽ നിന്ന് 3.5 പവൻ്റെ സ്വർണ്ണമാല കവർന്നു. 12-ാം വാർഡ് നായിക്കംവെളി അജയകുമാറിൻ്റെ ഭാര്യ ജയന്തിയുടെ കഴുത്തിൽ നിന്നും അപഹരിച്ചത് മുക്കുപണ്ടം. സമീപത്തെ നിരവധി വീടുകളിലും മോഷണ ശ്രമം നടന്നു. പുലർച്ചെ വീടിൻ്റെ പിൻവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. മണ്ണഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി പഞ്ചായത്ത് അംഗം ദീപ്തി അജയകുമാർ ചേരുന്നു. കഴിഞ്ഞ ദിവസം തമ്പോച്ചോട് കേന്ദ്രീകരിച്ചാണ് കുറുവാ സംഘം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സംഘം വീടുകളിലെ കയറിയത്. അവിടെ ആദ്യ ദിവസം 2 പേര് ഇങ്ങനെ നടന്നു വരുന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. അവർ കയറിയതെന്ന് പറഞ്ഞാൽ തൊങ്ങന്തറയിൽ സതീശൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിൽ അടുക്കളയുടെ ഗ്രില്ല് തകർത്ത് അകത്ത് കയറി പേഴ്സിലിരുന്ന 7000 രൂപ എടുത്തതിന് ശേഷം പേഴ്സ് പുറത്ത് കളയുന്ന ഒരവസ്ഥയാണ്. അതിനുശേഷം അതിൻ്റെ പടിഞ്ഞാറെ വീട്ടിൽ ഫാനുദേവൻ തൊങ്ങന്തറ എന്ന വീട്ടിൽ കയറി അടുക്കളയിലൂടെ എല്ലാം കയറുന്ന അടുക്കള വാതിൽ ലക്ഷ്യമാക്കിയാണ്. അടുക്കളയിലൂടെ പ്രായമായ ചേട്ടനും ചേച്ചി മാത്രമേ ഉള്ളൂ. പക്ഷെ പേരക്കുട്ടിയുടെ ഫാൻസി ഐറ്റംസ് കമ്മലൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാം അലമാരിയിൽ നിന്ന് എടുത്ത് നോക്കി സ്വർണ്ണമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതെല്ലാം അവിടെ ഉപേക്ഷിച്ചു. പിന്നെ രാവിലെ ഉണരുമ്പോഴാണ് ഈ പറഞ്ഞ കള്ളനാണ് കയറിയത്. കതവെല്ലാം തുറന്നു കിടക്കുന്ന ഒരു സ്ഥിതി അറിയാൻ സാധിച്ചത്. അതിനുശേഷം പിന്നെ അതിന്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ പുതിയ വീടാണ്. അവിടെ പിന്നെ കയറി അവരുടെ വീടിന്റെ പുതിയ കതകൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഹൗസ് വാമിങ് കഴിഞ്ഞതാണ്. അംബിക എന്നാണ് വാഴച്ചിറ ആ ചേച്ചിയുടെ വീടിന്റെ പുതിയ വീട്. ഈ കള്ളന്മാര് അവിടെ എല്ലാം കടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാണ് ഇവരും ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് അവരുടെയും അടുക്കള വാതിലിന്റെ കുറ്റിയെല്ലാം ഇളക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ആ വീട്ടിനകത്ത് കയറിയില്ല, കുറ്റിയെല്ലാം ഇളക്കിയ ഒരു സാഹചര്യം. അങ്ങനെ ആ ഒരാഴ്ചക്കാലം അവിടെ അങ്ങനെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം. ചില വീടുകളിലൊക്കെ തന്നെ ജനലുകളിൽ ചെന്ന് കൊട്ടിയിട്ട് പിന്നെ ആൾക്കാർ ഉണരുമ്പം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ നിന്നതിന് ശേഷമാണ് ഇന്നലെ 12-ാം വാർഡില് 12:45 ആയപ്പോഴാണ് അജയൻ നായിക്കമ്പള്ളി എന്ന ആളിന്റെ വീട്ടില് ഈ പറഞ്ഞ പോലെ അടുക്കള വാതിൽക്കൽ കൂടെയാണ് സംഘം അകത്ത് കയറിയിട്ട് ഭാര്യയുടെ മാല പൊട്ടിച്ചെടുക്കുകയും അവര് ഉണരുകയും ചെയ്തു. പക്ഷെ അവര് ഏതാണ്ട് മഴ നടന്ന കാരണം ഇടിമിന്നലെങ്ങാണ്ട് ഏറ്റ് മാല തെറിച്ചു പോയെന്നാണ് അവർ ഓർത്തിരുന്നത്. പക്ഷെ മാല തിരക്കി വന്ന് അപ്പോഴാണ് അറിയാൻ സാധിച്ചത് അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നു. പക്ഷെ മാല താലിയും കൊളുത്തും മാത്രമേ സ്വർണ്ണം ഉണ്ടായിരുന്നു. മാല മുക്കുപണ്ടമായിരുന്നു. അത് കാരണം മാലയാണ് പോയത്. പക്ഷെ കൊളുത്തും താലിയും
അകത്ത് തന്നെ കിടന്ന് അവർക്ക് അത് കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ആ വിവരം ഞാൻ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ കള്ളൻ കയറി എന്നറിഞ്ഞ എസ്ഐയും പോലീസ് സംഘവും അവിടെ എത്തി. അവർ ആ വീട്ടിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ കുഞ്ഞുമോ മാളിക്കലിന്റെ വീട്ടിൽ നിന്ന് അടുത്ത CDS മെമ്പറായ അടുത്ത വീട്ടിലെ ശ്രീജ എന്നെ വിളിക്കുന്നു, മെമ്പറെ ഇങ്ങനെ ഇന്ദുവിന്റെ മാല കള്ളൻ മോഷ്ടിച്ചു എന്ന്. പിന്നെ അടുക്കള വാതിക്കൽ കൂടെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ പിന്നെ അടുക്കള തുറന്ന് അകത്ത് കയറി ഇവളുടെ മാല ഇന്ദുവിന്റെ കഴുത്തിൽ നിന്ന് കത്രിക വെച്ച് മുറിക്കുമ്പോൾ ആ സൗണ്ട് കേട്ട് ഇന്ദു ഉണർന്നെങ്കിൽ ഇന്ദുവിന് പേടിച്ചിട്ട് സൗണ്ട് പുറത്തേക്ക് വരാത്ത ഒരു അവസ്ഥയിൽ ഇന്ദു ഭയന്ന് നിൽക്കുകയും ഇന്ദുവിന്റെ സൗണ്ട് വന്നില്ല. എന്നിട്ട് തൊണ്ടയിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് ചെറുതായിട്ട് വരുന്ന അത് കേട്ട് ഭർത്താവ് ഞെട്ടി ഉണരുമ്പോഴത്തേക്കും മാലയും കൊണ്ട് പുറത്തേക്ക് പോകുന്ന രംഗമാണ്. ആളെ നീളം കുറഞ്ഞിട്ട് കറുത്ത ഒരു മനുഷ്യനാണ്. പിന്നെ അവര് ബൈക്കില് പിന്തുടർന്നാൽ ആളെ കാണാൻ സാധിക്കുന്നില്ല. ഇതിന് മുന്നേ തന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ പുഷ്പ ശ്രീഭദ്രം എന്നവര്, പുഷ്പ എന്ന് പറഞ്ഞ ചേച്ചിയും അവരുടെ മകളുടെ കുട്ടിയും മാത്രമാണ്. അവരുടെ അടുക്കള തുറക്കാൻ ശ്രമിച്ചു. അതിന്റെ സൗണ്ട് കേട്ട് അവർ ഉണർന്ന് ബഹളം വെക്കുകയും ചെയ്തു. അതിന്റെ കിഴക്കേ വീട്ടിൽ സന്ധ്യ വെളിയിൽ എന്ന് പറഞ്ഞ വീട്ടിന്റെ അവിടെയും ചെന്ന് മുട്ടി. അവരും എല്ലാം ഉണർന്ന സാഹചര്യത്തിലാണ് അവിടെ നിന്ന് ഈ ലാസ്റ്റ് വീടായ കുഞ്ഞുമോന്റെ വീട്ടിൽ വന്ന് ഈ മോഷണം എല്ലാം നടക്കും. പക്ഷെ കുറുവ സംഘമാണ് എന്ന് പറയുമ്പോഴും ഇത്രയും കൃത്യമായിട്ട് ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഇടറോഡുകളിലൂടെ കടന്നു വന്ന് വളരെ കൃത്യമായിട്ട് മോഷണം നടത്തുന്ന തരത്തിലേക്ക് വരുമ്പോൾ ഇത് കുറുവ സംഘം തന്നെയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം കുറുവ സംഘത്തിന്റെ പേരില് പ്രാദേശികമായ കള്ളന്മാർ ഏതാണ്ട് അറിയാവുന്നത് പോലെ വന്ന് കയറുന്ന ഒരു സാഹചര്യമാണ്. നമുക്കിനി പകല് ഈ സംഘം വന്ന് കണ്ട് നോക്കി വെച്ചിട്ട് വന്ന് കയറുന്നതാണോ എന്നറിയില്ല. എന്തായാലും അത്തരത്തിലാണ്. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ SID ഒക്കെ തന്നെ നേതൃത്വത്തിൽ ഒരു യോഗം 2 കേന്ദ്രങ്ങളിലായിട്ട് ഞങ്ങൾ ഈ ശ്രമം നടന്ന പ്രദേശങ്ങളിലെ കേന്ദ്രീകരിച്ച് വിളിച്ചിട്ടുണ്ട്. അവിടെ വെച്ചു ഞങ്ങൾ ഈ പോലീസിന്റെ സഹായത്തോടെ പട്രോളിങ്, അതായത് ഇവിടുത്തെ ചെറുപ്പക്കാര്, വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനയിലെ ചെറുപ്പക്കാരെ ചേർത്തുകൊണ്ട് രാത്രി നാളങ്ങളിൽ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൂടെ നടക്കുക എന്ന തരത്തിലേക്ക് തീരുമാനിച്ചു. എന്തായാലും ഇതിനെ ഒന്ന് ചെറുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തില് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ അഷ്ടമി മഹോത്സവത്തിന് കൊടികയറി. ചൊവ്വാഴ്ച രാവിലെ 8-നും 8:45-നും മധ്യയായിരുന്നു കൊടിയേറ്റ് ചടങ്ങ് നടന്നത്. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. നവംബർ 23-നാണ് ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി, കിഴക്കിനിടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച രാവിലെ 8-നും 8:45-നും ഇടയിൽ കൊടിയേറ്റ് നടന്നത്. വെള്ളിവിളക്കും കൊണ്ട 2 സ്വർണ്ണക്കുടകളും വാദ്യമേളങ്ങളും മുത്തുക്കുടകളും ഗജവീരന്മാരും വൈക്കം മഹാദേവന്മാരുടെ തൃക്കൊടിയേറ്റിന് അകമ്പടിയായി. കൊടിയേറ്റിന് ശേഷം കൊടിമരച്ചൂട്ടിലെ കെടാവിളക്കിലും കലാമണ്ഡപത്തിലും ദീപം തെളിഞ്ഞു. കൊടിയേറ്റിന് ശേഷം അഷ്ടമിയുടെ ആദ്യ ശ്രീബലി നടന്നു. രാത്രി 9-ന് കൊടിപ്പുറത്ത് വിളക്കും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്കായി 4 ഗോപുര നടകളിലും രാപ്പകൽ തുറന്നിടും. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് ഊട്ടുപുരയോട് ചേർന്ന വൈദ്യുതി ദീപാലങ്കാരങ്ങളോടെ താൽക്കാലിക അലങ്കാരപ്പന്തലും ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ കൺട്രോൾ റൂമും കുടിവെള്ള കേന്ദ്രവും പ്രാതലിൽ പങ്കെടുക്കുവാൻ എത്തുന്ന ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ബാരിക്കേഡും സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വിരിവയ്ക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ പ്രാതൽ 7-ാം ഉത്സവ ദിനമാണ് ആരംഭിക്കുക. അഷ്ടമി നാളിൽ 121 പറ അരിയുടെ പ്രാതലാണ് ഒരുക്കുന്നത്. 5, 6, 8, 11 ഉത്സവ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12-ന് നടക്കുന്ന ഉത്സവബലി, 6-ാം ഉത്സവ നാളിൽ ഉദയനാപുരം ക്ഷേത്രത്തിന്റെ ആറാട്ടിന്റെ ഭാഗമായി രാത്രി 11-ന് കൂടിപൂജ, 7-ാം ഉത്സവ ദിനത്തിൽ രാവിലെ 8-ന് നടക്കുന്ന ശ്രീബലി, രാത്രി 11-ന് നടക്കുന്ന ഋഷഭവാഹനം എഴുന്നള്ളിപ്പ്, 10-ാം ഉത്സവ നാളിൽ രാവിലെ 10-ന് നടക്കുന്ന വലിയ ശ്രീബലി, രാത്രി 11-ന് നടക്കുന്ന വലിയ വിളക്ക്, വൈക്കത്തഷ്ടമി ദിനത്തിൽ രാവിലെ 4:30-ന് നടക്കുന്ന അഷ്ടമി ദർശനം, 11-ന് പ്രാതൽ, രാത്രി 10-ന് അഷ്ടമി വിളക്ക്, ഉദയനാപുരത്തപ്പന്റെ വരവ്, ദേശദേവതമാരുടെ എഴുന്നള്ളത്ത്, വലിയ കാണിക്ക് സമർപ്പിക്കാൻ കറുകയിൽ കൈമളുടെ വരവ്, ഉദയനാപുരത്തപ്പന്റെ യാത്രയപ്പ് എന്നിവയെല്ലാം അഷ്ടമിയുടെ പ്രാധാന്യവും ആകർഷകവുമായ ചടങ്ങുകളാണ്. ടൈം ന്യൂസ്, വൈക്കം. സീപ്ലെയിൻ അഥവാ ജലവിമാനം പദ്ധതി പുന്നമടക്കായലിലോ അഷ്ടമുടിക്കായലിലോ അനുവദിക്കില്ലെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് XMD. ഡാമിലോ മത്സ്യബന്ധനമില്ലാത്ത ജലാശയങ്ങളിലോ സീപ്ലെയിൻ പറക്കുന്നതിൽ വിരോധമില്ലെന്നും TJ ആഞ്ചലോസ് പറഞ്ഞു.
സീപ്ലെയിൻ പദ്ധതി അഷ്ടമുടിക്കായലിലോ പുന്നമടക്കായലിലോ അനുവദിക്കില്ലെന്ന CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും മത്സ്യത്തൊഴിലാളി നേതാവുമായ TJ ആഞ്ചലോസ് പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി TJ ആഞ്ചലോസ് ചേരുന്നു. എയർപോർട്ടുകളിൽ നിന്ന് ഡാമുകളിലേക്കും ഡാമുകളിൽ നിന്ന് എയർപോർട്ടുകളിലേക്കും അതുപോലെ തന്നെ വനമേഖലയിലുമെല്ലാം ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് സീപ്ലെയിൻ ഉപയോഗിക്കുന്നതിന് ഞങ്ങൾ യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ 2013 എതിർപ്പ് പ്രകടിപ്പിച്ചത് അഷ്ടമുടിക്കായലിൽ നിന്ന് വേമ്പനാട് കായലിലേക്കും വേമ്പനാട് കായലിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്കും പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോഴാണ്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെയും കക്കാവാരി തൊഴിലാളികളുടെയും ഉപജീവന കേന്ദ്രമാണ്. ഒരു മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധനം നടത്തിക്കൊണ്ടുവന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് തന്നെ അത് 4 കുടുംബങ്ങളെ കൂടെ തീറ്റിപ്പോറ്റുന്നുണ്ട്. വിതരണ മേഖലയിലും അതുപോലെ തന്നെ സംസ്കരണ മേഖലയിലും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മത്സ്യസമ്പത്തിനും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ ബാധിക്കും എന്നുള്ള അടിസ്ഥാനത്തിൽ അന്ന് ഞങ്ങൾ സമരരംഗത്ത് വന്നത്. മറ്റേതെങ്കിലും കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് യാതൊരു എതിർപ്പും ഇല്ല. ഇപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിൽ അത് ആരംഭിക്കുന്നു, ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. എന്നാൽ അത് സംബന്ധമായ പ്രസ് റിലീസിൽ വേമ്പനാട് കായലും അഷ്ടമുടിക്കായലും ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നത്. അതെല്ലാം ഇറങ്ങുന്ന ഒരു സീപ്ലെയിൻ ഇറങ്ങുന്ന ഒരു വാട്ടർ ഡ്രോം അതെന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു 750 ഏക്കർ ജലാശയം അതിനാവശ്യമാണ്. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ഉദ്ഘാടനം നടന്നപ്പോൾ കണ്ടല്ലോ, അവിടെ ബോട്ടുകളും മറ്റുമെല്ലാം നിരോധനം ഏർപ്പെടുത്തി അവരെല്ലാം ബില്ലുകളാക്കി വെച്ചുകൊണ്ടാണ് മണിക്കൂറുകൾ നീണ്ടുന്ന ഇത്തരം പ്രവർത്തനം നടന്നത്. അതെവിടെയാണെങ്കിലും അങ്ങനെ കഴിയൂ. അതിന്റെ സീപ്ലെയിന്റെ സെക്യൂരിറ്റി സംവിധാനം നോക്കണം. അതുകൊണ്ട് മറ്റ് ഗതാഗതങ്ങളും മത്സ്യബന്ധനമൊക്കെ നിരോധിക്കും. അത് 750 ഏക്കർ ജലാശയം എടുക്കുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള 4-5 കേന്ദ്രങ്ങൾ വന്നാൽ പിന്നെ വേമ്പനാട് കായലും അഷ്ടമുടിക്കായലും ഇല്ലാതാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ജലാശയങ്ങളിൽ മത്സ്യബന്ധനമുള്ള ജലാശയങ്ങളിൽ ഇത് പാടില്ല. മറിച്ച് ഡാമുകളിലോ മറ്റു കേന്ദ്രങ്ങളിലോ വനപ്രദേശങ്ങളിലോ ഒക്കെ ആണെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. 2 പ്രകടന പത്രികകൾ ഈ 2010 ശേഷം LDF ഗവൺമെന്റ് 2 പ്രകടന പത്രികകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ 2 സീപ്ലെയിൻ പദ്ധതി പരാമർശിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിൽ പ്രകടന പത്രികയിൽ പറയാത്ത പദ്ധതികൾക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ളതല്ല, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. അതിനാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. സീപ്ലെയിൻ പദ്ധതിയോട് ഞങ്ങളുടെ സമീപനം മത്സ്യബന്ധന മേഖലയിൽ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന തരത്തിൽ ഇത് കൊണ്ടുവരാൻ പാടില്ല. മറ്റു മേഖലകൾ നടപ്പിലാക്കുന്നതിന് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. ഡാമിലോ മത്സ്യബന്ധനമില്ലാത്ത ജലാശയങ്ങളിലോ സീപ്ലെയിൻ പറക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന രീതിയിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. 11 വർഷം മുമ്പ് കൊല്ലത്തും ആലപ്പുഴയിലും കൊണ്ടുവരാൻ ആലോചിച്ച പദ്ധതി മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പിനെ തുടർന്നാണ് ഉപേക്ഷിച്ചത്. അന്നത്തെ നിലപാടിൽ മാറ്റമൊന്നുമില്ലെന്നും TJ ആഞ്ചലോസ് വ്യക്തമാക്കി. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരളത്തിലെ യുവജനങ്ങൾക്ക് ലോകത്തിന്റെ മുൻനിരയിലെത്താൻ അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനം ആവശ്യമാണെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. മാറുന്ന കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊള്ളണമെന്നും P. പ്രസാദ് ആലപ്പുഴയിൽ പറഞ്ഞു. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാം നിരവധിയായ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. ഈ കാര്യം കൊണ്ട് മാത്രം നൈപുണ്യ വികസനം എന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. ഇവിടെയാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് കണക്ക് കൂട്ടുന്ന തരത്തിലുള്ള ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് സർക്കാർ അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ട്രെയിനിങ് സർവീസ് പ്രൊവൈഡേഴ്സിനെ TSPകളെ അവരുമായിട്ടൊരു ആശയവിനിമയം നടത്തുന്നതിനും അവരെ ഈ കാര്യത്തിൽ ഗവൺമെൻറ് കണക്കിലെടുക്കുന്ന ഈ പദ്ധതികളുമായി യോജിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉച്ചകോടിക്ക്, ഒരു സമ്മിറ്റിന് ആലപ്പുഴയിൽ ഒരു വേദി ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ യുവജനതയ്ക്ക് മത്സരാധിഷ്ഠിതമായ ലോകത്തിൽ മുൻനിരയിലെത്താൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം ഉറപ്പാക്കണമെന്ന് കാർഷിക വകുപ്പ് മന്ത്രി P. പ്രസാദ്. ജില്ലയുടെ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഉച്ചകോടി ആലപ്പുഴ ഹവേലി ബാക്ക് വാട്ടർ റിസോർട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനനുസരിച്ച് നമ്മുടെ യുവാക്കളെ മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു.
ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, സംസ്ഥാന നൈപുണ്യ വികസന മിഷൻ മാനേജിംഗ് ഡയറക്ടർ സൂഫിയാൻ അഹമ്മദ്, സബ് കളക്ടർ സമീർ കിഷൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ലിറ്റി മാത്യു, കേസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടി വി വിനോദ്, എം മാലിൻ, സുബിൻദാസ്, ആർ കെ ലക്ഷ്മിപ്രിയ എന്നിവർ സംസാരിച്ചു. ജില്ലാ നൈപുണ്യ സമിതിയും സംസ്ഥാന നൈപുണ്യ വികസന മിഷനും ജില്ലാ ഭരണകൂടവും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. 146 നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരളത്തിലെ ആദ്യ ഡഫേദാർ ആലപ്പുഴ കളക്ട്രേറ്റിൽ ചുമതലയേറ്റു. പവർ ലിഫ്റ്റിംഗ് താരമായ ചേർത്തല ചെത്തി സ്വദേശിനി കെ സിജിയാണ് ആലപ്പുഴ കളക്ടറുടെ ഡഫേദാറായി ചുമതലയേറ്റ ചരിത്രത്തിൽ ഇടം നേടിയത്. പവർ ലിഫ്റ്റിംഗ് താരമായിരുന്ന കെ സിജി ഇത്തവണ എടുത്തുയർത്തിയത് ചരിത്രമാണ്. സംസ്ഥാനത്തെ ആദ്യ വനിതാ ദഫേദാർ. വെള്ള ചുരിദാറിന് കുറുകെ സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നവും വെള്ള തലപ്പാവും ധരിച്ച ഈ വനിതാ ദഫേദാറിനെ ഇനി ആലപ്പുഴ കളക്ട്രേറ്റിൽ കാണാം. രാജ്യാന്തര പവർ ലിഫ്റ്റിംഗ് താരമായ സിജി ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ ഇവിടെ തന്നെ ജോലി ചെയ്യുകയായിരുന്നു. മുൻ ദഫേദാറിന് ക്ലർക്കായി സ്ഥാനക്കയറ്റം ലഭിച്ച ഒഴിവിലേക്ക് സിജി അപേക്ഷിക്കുകയും കളക്ടർ അലക്സ് വർഗീസ് അത് പരിഗണിക്കുകയും ചെയ്തതോടെയാണ് സിജി ചരിത്രത്തിൽ ഇടം നേടിയത്. തിങ്കളാഴ്ച രാവിലെ കളക്ടറേറ്റിൽ മുൻ ദഫേദാർ എ അഫ്സലാണ് സിജിയെ സ്ഥാനചിഹ്നം അണിയിച്ചത്. 1996-2001 കാലയളവിൽ 56 കിലോഗ്രാം വിഭാഗത്തിൽ പവർ ലിഫ്റ്റിംഗിൽ രാജ്യാന്തര മത്സരങ്ങളിൽ ഉൾപ്പെട്ട കഴിവ് തെളിയിച്ച സിജി കായിക മികവിനുള്ള GV രാജ പുരസ്കാരവും നേടിയിട്ടുണ്ട്. സ്പോർട്സ് കോട്ടയിലാണ് ജോലി ലഭിച്ചത്. 20 വർഷമായി കളക്ടറുടെ ചേംബറിൽ ഓഫീസ് അസിസ്റ്റന്റാണ്. ആലപ്പുഴ ചെത്തി അറക്കൽ ഹൗസിൽ ജോസഫ് പി അറക്കലാണ് ഭർത്താവ്. മക്കൾ വർണ്ണ ജോസഫ്, വിസ്മയ ജെ അറക്കൽ. ഇങ്ങനെ ജോലിയിലേക്ക് ആദ്യമായിട്ടാണ് ഒരു വനിത മുൻകൈ എടുത്ത് വരുന്നത്. ഭയങ്കര സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ഓഫീസിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് അതെന്ന് പറയുന്നുണ്ട്. കാര്യം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസിൽ ഏത് സമയമാണ് സാർ പോകുന്നത് ആ സമയത്തേ പോകാൻ പറ്റും. സാർ രാവിലെ വരുമ്പോഴത്തേക്ക് കളക്ടർ സാർ രാവിലെ എത്തും. അപ്പോഴത്തേക്ക് സാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, ഓഫീസ് കാര്യങ്ങളും എല്ലാം നോക്കി. കോട്ടയിലാണ് ഞാൻ കയറിയത്. ഞാൻ ഇന്റർനാഷണൽ പവർ ആയിരുന്നു. എല്ലാ വർഷവും 20 പേരുടെ വേക്കൻസി ഉള്ളപ്പോൾ അതിൽ കയറിയതാണ് ഞങ്ങൾ. പിന്നെ GV രാജ അവാർഡ് ജേതാവാണ്. അത് 2000-ൽ ഏറ്റവും മികച്ച കായിക താരത്തിനുള്ള അവാർഡിലാണ് GV രാജ ആയിട്ട് എന്നെ സെലക്ട് ചെയ്തത്. 2016 ജനുവരി മുതൽ ഇവിടെ ദഫേദാറായിരുന്ന രജനത്തുൽ വാർഡിൽ നെച്ചൂനിസ്റ്റിൽ എ അഫ്സലിന് റവന്യൂ വിഭാഗത്തിൽ ക്ലർക്കായാണ് സ്ഥാനക്കയറ്റം ലഭിച്ചത്. ടൈം ന്യൂസ്, ആലപ്പുഴ. മാധ്യമപ്രവർത്തകരെ നിരന്തരമായി അവഹേളിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. ആലപ്പുഴ പ്രസ് ക്ലബിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് നിരന്തരമായി പ്രകടിപ്പിക്കുന്ന അവഹേളനത്തിൽ പ്രതിഷേധിച്ചാണ് KUWJ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ പ്രസ് ക്ലബിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ജില്ലാ പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറ ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകർക്കെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ അവഹേളനപരമായ സമീപനത്തിൽ അദ്ദേഹം മാപ്പ് പറയണമെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തെ നിയന്ത്രിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കേരള സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ സെക്രട്ടറി A. ഷൗക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യൻ പാർലമെന്റിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഭരണഘടനയിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ട് ആ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ആ ഭരണഘടനയുടെ ആമുഖങ്ങളെല്ലാം ഓർത്തു വെച്ച് പ്രവർത്തിക്കേണ്ട ഒരു മന്ത്രി തന്നെ അദ്ദേഹം തന്നെ ആ പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭരണഘടനയിൽ അനുവദിച്ചിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള ഒരു പത്രപ്രവർത്തക ജനാധിപത്യ പ്രവർത്തക ധ്വംസനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. യൂണിയൻ ജില്ലാ ട്രഷറർ സുരേഷ് തോട്ടപ്പള്ളി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൽ സലാം, PA മുഹമ്മദ് നസീർ, സന്ദീപ് സലിം, ഷിബിൻ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. എല്ലാ ജനവിഭാഗങ്ങളെയും ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം C. ശ്യാം സുന്ദർ പറഞ്ഞു. പാണാവള്ളി പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു C. ശ്യാം സുന്ദർ. മതേതരമായ ഭരണഘടനയോടുകൂടി പ്രവർത്തിക്കുന്ന നാടായതുകൊണ്ടാണ് മതേതര രാജ്യം എന്ന പേര് വന്നത്. ആ മതേതര രാജ്യം എന്ന കൺസെപ്റ്റിനെയാണ് ഇന്ന് അധികാരത്തിലേക്കുന്ന ആളുകൾ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദിക്ക് മുമ്പ് ഒരു നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. അതാണ് ശ്യാമപ്രസാദ് മുഖർജി.
1947 ശ്യാമപ്രസാദ് മുഖർജിയെ പോലെയുള്ള ആളുകൾ ഗർജിക്കുന്ന വേദികളിൽ ആ ഗർജനങ്ങളെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം ശരിയെന്ന് രേഖപ്പെടുത്തിയ ആളുകളുടെ പിന്മുറക്കാരാണ് നമ്മൾ. നമ്മുടെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയല്ല. മതപരമാണ് എന്റെ രാജ്യമെന്ന ആവശ്യത്തെ നിരാകരിച്ച ഈ നാടിനോട് കൂറുപുലർത്തിയ ആളുകൾ അവർക്ക് ജാതിയും മതവും ഇല്ലാതെ കൈക്കൊണ്ടൊരു തീരുമാനം, ആ തീരുമാനമാണ് മതേതര ഇന്ത്യ. എല്ലാ ജനവിഭാഗങ്ങളെയും ഒത്തൊരുമയോടെ കണ്ടുപോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് അംഗം ശ്യാം സുന്ദർ പറഞ്ഞു. മുഗൾ രാജാക്കന്മാർ 600 വർഷത്തോളം രാജ്യം ഭരിച്ചിരുന്നു. അന്ന് മനുഷ്യർ ഐക്യത്തോടെയാണ് ജീവിച്ചത്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുകയാണെന്നും ശ്യാം സുന്ദർ കൂട്ടിച്ചേർത്തു. പണവള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷനിൽ സ്വാഗത സംഘം ചെയർമാൻ ബി അഷറഫ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് അംഗം അബ്ബാസ് മാസ്റ്റർ ഇടുക്കി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ഫസലുദ്ദീൻ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. അരൂക്കുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനീറ ഹസൻ മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. അരൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ അബ്ദുൽ ഷുക്കൂർ, സെക്രട്ടറി പി കെ അബ്ദുൽ ജലീൽ, STU ജില്ലാ വൈസ് പ്രസിഡന്റ് KM അബ്ദുൽ ഖാദർ, ലോറൻസ് പെരിങ്ങലത്ത്, താജുദ്ദീൻ മൗലവി, ബഷീർ മൗലവി, ജലീൽ അരൂക്കുറ്റി, മുനീറത്ത് അൻസാർ, നവാസ് മൂസ, കബീർ ചാവടി, അഷറഫ് പൂച്ചാക്കൽ, ഹസൻ കളത്തിത്തറ, KS റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘ കൺവീനർ അൻസാർ പാണാവള്ളി സ്വാഗതവും റഫീഖ് കോണിച്ചിറ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള പുസ്തകോത്സവം നവംബർ 14 മുതൽ 16 വരെ തുമ്പോളിയിൽ നടക്കും. മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലൈബ്രറി വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള പുസ്തകോത്സവം ഈ വർഷം നമ്മുടെ ടൗണിൽ നിന്ന് വിട്ട് തുമ്പോളി ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലുള്ള ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. നഗരത്തിൽ അതിനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് മാറ്റിയത്. ചെറിയ പരിമിതികളുണ്ടെങ്കിലും 100ഓളം സ്റ്റാളുകളാണ് ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു 60ലധികം പ്രസാധകർ ഈ വർഷം പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഈ പുസ്തകോത്സവം നമ്മുടെ ജില്ലയിൽ 14, 15, 16 തീയതിയിലാണ്. പുസ്തകോത്സവം മാത്രമല്ല, നമ്മൾ വിവിധ പരിപാടികളാണ് ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടകൻ ഡോക്ടർ TM തോമസ് ഐസക്കാണ്, നമ്മുടെ പഴയ ധനകാര്യ വകുപ്പ് മന്ത്രി. മുഖ്യപ്രഭാഷണം അവിടുത്തെ MLA സഖാവ് PP ചിത്തരഞ്ജനാണ്. പുസ്തക പ്രകാശനം MLA H സലാമാണ്. അതോടൊപ്പം തന്നെ പുസ്തക കിറ്റുകളുടെ ആദ്യ വിൽപ്പന ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള G കൃഷ്ണകുമാറാണ്. മുഖ്യാതിഥിയായിട്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ പങ്കെടുക്കുന്നു. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ പ്രമുഖ പ്രസാധകരും പങ്കെടുക്കുന്ന പുസ്തകോത്സവം 2024 നവംബർ 14, 15, 16 തീയതികളിൽ തുമ്പോളി ശ്രീനാരായണ ഗുരു സ്മാരക സമിതി ഓഡിറ്റോറിയത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 100ലധികം പ്രസാധകരുടെ പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സാംസ്കാരികോത്സവമായി ആഘോഷിക്കുകയാണ്. 14 രാവിലെ 9:30 മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കാണ് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. ലൈബ്രറി വികസന സമിതി പ്രസിഡന്റ് അലിയാരം മാക്കിയിൽ അധ്യക്ഷനാവും. PP ചിത്തരഞ്ജൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് ഇലിപ്പക്കുളം രവീന്ദ്രന്റെ നോവലിറ്റ് അഭിത പറയുന്നത് എച്ചലാം MLA പ്രകാശനം ചെയ്യും. പുസ്തക കിറ്റിന്റെ ആദ്യ വിൽപ്പന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ G കൃഷ്ണകുമാർ നിർവഹിക്കും. മുഖ്യാതിഥി മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മയാണ്. ഉച്ചയ്ക്ക് ശേഷം അലിയാരം മാക്കിയിൽ രചിച്ച നിറയെ പൂക്കളുള്ള പില്ലോ കവർ, പവിഴപ്പുറ്റ് എന്നീ കഥാസമാഹാരങ്ങളുടെ പ്രകാശനം ഡോക്ടർ ബിച്ചു X മലയിൽ നിർവഹിക്കുന്നു. സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ മാലൂർ ശ്രീധരൻ അധ്യക്ഷനാവും. വൈകിട്ട് കവിയരങ്ങ ഡോക്ടർ അമൃത ഉദ്ഘാടനം ചെയ്യും. വയലാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനാവും. 18 രാവിലെ 9:30 KSDP ചെയർമാൻ CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്യുന്ന സെമിനാറിൽ പല മത സാരവുമേകം എന്ന വിഷയത്തെ ആധികരിച്ച ശ്രീനാരായണ ഗുരു അന്തർദേശീയ പഠന ഗവേഷണ കേന്ദ്രം കേരള സർവകലാശാല ഡയറക്ടർ ഡോക്ടർ MA സിദ്ദീഖ് വിഷയം അവതരിപ്പിക്കും. തുടർന്ന് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വിവിധ ആളുകൾ ചടങ്ങുകൾക്ക് പങ്കാളികളാവും. ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ ചെയർമാൻ അലിയാരം മാക്കിയിൽ, കൺവീനർ T തിലകരാജ, അജയ് സുധീന്ദ്രൻ, G കൃഷ്ണകുമാർ, ദീപ്തി അജയകുമാർ, ഉത്തമൻ KV, KK സുലൈമാൻ, ഷിമായസ് എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. കരിയിലക്കുളങ്ങര ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് സോണൽ ചെയർപേഴ്സൺ ജയശ്രീ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു.
കായംകുളം കരിയിലക്കുളങ്ങര ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചെട്ടികുളങ്ങര ബ്രാഞ്ചും മെഡിവിഷൻ കായംകുളം ലാബും കേരള ഫാർമയും സംയുക്തമായിട്ടാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കിയത്. ജീവിതശൈലി രോഗനിർണയവും അസ്ഥിബല നിർണയവും സംഘടിപ്പിച്ചു. ഏനാകുളങ്ങരയിലുള്ള ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ക്യാമ്പ് ലയൺസ് ക്ലബ്ബ് സോൺ ചെയർപേഴ്സൺ ജയശ്രീ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കരിയിലക്കുളങ്ങര ലയൺസ് ക്ലബിൻ്റെ ഭാഗമായി ഇന്ന് നടത്തുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമാക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് സംരംഭമാണ് ഇത്. കോട്ടക്കൽ ആര്യവൈദ്യശാലയും ആയിട്ടും മെഡിവിഷനുമായിട്ടും കേരള ഫാർമയായിട്ടും ബന്ധപ്പെട്ട് ഇവിടെ ബോൺ ടെസ്റ്റ്, പിന്നെ ബ്ലഡ് ടെസ്റ്റ്, ന്യൂറോപ്പതി, ആയുർവേദം ഇത്രയും സംരംഭമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടി നമ്മുടെ രക്തനിർണയ ക്യാമ്പുകൾ, അതുപോലെ അസ്ഥിയുടെ ബോൺ ആരോഗ്യത്തിൻ്റെ അങ്ങനെ വിവിധ നിലയിലുള്ള ടെസ്റ്റിംഗാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ നിന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന ഡോക്ടർ സുകന്യയാണ്. പിന്നെ നമ്മളുടെ ലയൺസ് ക്ലബ് കരിയിലക്കുളം തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. ഈ 1 വർഷത്തിനിടയ്ക്ക് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുണ്ടായി. അതിൽ മെഡിക്കൽ ക്യാമ്പ് ഇത് ആദ്യമായിട്ടാണ്. ക്ലബ്ബ് പ്രസിഡന്റ് നിത അധ്യക്ഷയായി. സെക്രട്ടറി സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ട്രഷറർ ഉദയകുമാർ നന്ദിയും. ഡോക്ടർ സുകന്യ പ്രസാദിൻ്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് ഒരുക്കിയത്. സിയാദ്, ബിനു പ്രഭാകർ, സ്റ്റീം സാം, ബാബു, അനുദേവ്, അനിൽകുമാർ, CB ബിനു, പ്രസാദ്, ഹർഷകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് കായംകുളം. ചേർത്തല റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുമേഷ് ചെറുവാരണത്തിന് ഡോക്ടർ അംബേദ്കർ വിശിഷ്ട സേവ നാഷണൽ അവാർഡ്. സുമേഷ് ചെറുവാരണത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് അവാർഡ് നൽകാൻ തീരുമാനിച്ചത്. സാമൂഹ്യ സേവനങ്ങളും സമൂഹത്തിലെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമാണ് അവാർഡിന് അർഹനാക്കിയത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അവശ്യ സമുദായ അംഗങ്ങളെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് സുമേഷ് ചെറുവാരണത്തിനെ അവാർഡിനായി തിരഞ്ഞെടുത്തത്. ഏറെ സന്തോഷമുണ്ടെന്ന് സുമേഷ് ചെറുവാരണം പറഞ്ഞു. വളരെ സന്തോഷം തോന്നുന്നു. ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നതും എപ്പോഴും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നതല്ല. 10-20 വർഷങ്ങളായിട്ട് ഈ സാമൂഹ്യ സേവന രംഗത്ത് ഞാൻ വളരെ സജീവമായിട്ടുണ്ട്. നമ്മുടെ അവശ്യ സമുദായങ്ങളെയും അങ്ങനെയുള്ള ആളുകളുടെ ഇടയ്ക്കും ഞാൻ വളർന്നതാണ്. അപ്പോൾ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരിക, പിന്നെ പരിസ്ഥിതി സംരക്ഷണം, അതൊക്കെ നമ്മുടെ അജണ്ടയാണ്. അങ്ങനെയാണ് ഞാൻ നിന്നത്. ഈ അവാർഡ് കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഈ റെക്കഗ്നേഷൻ എപ്പോഴും ഇതിൽ ഞാൻ വളരെ വിനീതനാകുന്നു. ഇനിയും എൻ്റെ എളിയ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി എന്തോ ഒരു ധൈര്യം തോന്നുന്നു. നമുക്ക് മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ഊർജ്ജമാകും എന്നുള്ളതിൽ ആണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സന്തോഷമുണ്ട്. ഞാൻ ഏറ്റവും വിനയാന്യതനാവുകയാണ് ഈ സമയത്ത്. റോട്ടറി എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഐഡിയകളും ടാലന്റും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ മഹത്തായ ഒരു പ്ലാറ്റ്ഫോമാണ്. അതൊരു ഇന്റർനാഷണൽ സംഘടനയാണ്. നമ്മൾ അതിന്റെ ഇതിൽ KVMൽ ഒരു 40 ലക്ഷം രൂപയുടെ 6 ഡയാലിസിസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പല പല കാര്യങ്ങളും ഈ ലഹരിക്കെതിരെയുള്ള അവയർനെസ്സുകൾ റോട്ട് വഴി നടത്തിയിട്ടുണ്ട്. ബ്ലഡ് ബാങ്ക് മതിലകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വീടുകൾ, അതായത് ഞാനല്ല ചെയ്യുന്നത്, ത്രൂ റോട്ടറി പ്ലാറ്റ്ഫോം റോട്ടേറിയൻസിന്റെയൊക്കെ സംഭാവനയും CSR ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് അത് കോർഡിനേറ്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുത്തനമ്പലത്തിന്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു 4 വീട് തീർന്നു കഴിഞ്ഞു. റോട്ടറി എന്ന പ്രസ്ഥാനത്തിലൂടെ വിദേശ രാജ്യങ്ങളുടെ ഉൾപ്പെടെ പരിസ്ഥിതി സംരക്ഷണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും ലോക സമാധാനത്തിനും മുൻകൂർ തൂക്കം നൽകി പ്രവർത്തിക്കുന്നതും കൂടി കണക്കിലെടുത്താണ് അംഗീകാരം. ഡിസംബർ 8-ാം തീയതി ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ 40ാമത് നാഷണൽ കോൺഫറൻസിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ശ്രീനാരായണപുരം ദേവസ്വം പുത്തനമ്പലം വിദഗ്ധ കമ്മിറ്റി അംഗം, ഗുരുദേവ പ്രഭാഷകൻ, മോട്ടിവേഷൻ സ്പീക്കർ, റോട്ടറി മൂവ്മെന്റ് ഫോർ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, ആക്ഷൻ ഗ്രൂപ്പ് ഫോർ വേൾഡ് പീസ് തുടങ്ങി വിവിധ സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു. ചെറുവാരണം കഞ്ഞിക്കുഴി പഞ്ചായത്ത് 3-ാം വാർഡിൽ മട്ടവേലി സരസ്വതിയിൽ MK തങ്കപ്പന്റെയും സരസ്വതിയുടെയും മകനാണ് സുമേഷ് ചെറുവാരണം. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. കൃഷ്ണ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊച്ചുകുട്ടികൾക്കായി സംഘടിപ്പിച്ചിട്ടുള്ള കിഡ് ഷോ നവംബർ 16-17 തീയതികളിലായി നടക്കും. ആലപ്പുഴ YMCAയിൽ നടക്കുന്ന കിഡ് ഷോ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോയാണ് കിഡ് ഷോ. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ 25 വർഷങ്ങളായി തുടർച്ചയായി അത് സംഘടിപ്പിച്ചു വരികയാണ്. ഈ വർഷം അത് കിഡ് ഷോയുടെ സിൽവർ ജൂബിലി ഇയറാണ്. കോവിഡ് സമയത്ത് മാത്രം അത് ഓൺലൈനിലേക്ക് മാറുകയും ബാക്കി വർഷങ്ങളിലെല്ലാം ഓൺ സ്റ്റേജായിട്ട് ചെയ്യുകയും ചെയ്ത ഒരു പ്രോഗ്രാം.
ഏതാണ്ട് എല്ലാ വർഷവും ഏതാണ്ട് 500-ന് മുകളിൽ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. എന്നുവെച്ചാൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ 10,000-ന് മുകളിൽ കുട്ടികളാണ്, പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വേദി ഒരുക്കിയ ആൾക്കാരാണ് കൃഷ്ണ ട്രസ്റ്റ്. അതിൻ്റെ 25ാം വാർഷികം ഈ വർഷം ആഘോഷിക്കുകയാണ്. പത്മഭൂഷൺ ഭരത് മോഹൻലാലാണ് ഈ വർഷത്തെ കിഡ് ഷോയുടെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ അദ്ദേഹത്തിൻ്റെ ആശംസകളോടെ അനുഗ്രഹത്തോടു കൂടിയാണ് തുടക്കം കുറിച്ചത്. ഈ നവംബർ 16, 17 തീയതികളിൽ ആലപ്പുഴ YMCA വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ ഷോ 2 ദിവസമാക്കി. സാധാരണ ഒരു ദിവസമാണ് നടക്കുന്നത്. ഇപ്രാവശ്യത്തെ ഈ സിൽവർ ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായി അത് 2 ദിവസത്തേക്ക് നീട്ടുകയും കൃഷ്ണ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊച്ചുകുട്ടികൾക്കായി അവരുടെ സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞ 25 വർഷമായി തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്ന ഒരു ടാലൻറ്റ് ഷോയാണ് കിഡ് ഷോ. കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട റിയാലിറ്റി ഷോയും കിഡ് ഷോ തന്നെയാണ്. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ 4 വിഭാഗങ്ങളായി തിരിച്ച അവരുടെ ബുദ്ധിപരവും കലാപരവുമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ മികച്ച വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിഡ് ഷോ സംഘടിപ്പിക്കുന്നത്. മറ്റ് കലാമത്സരങ്ങളിൽ നിന്നും വിഭിന്നമായി കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു കലാപരിപാടി അവതരിപ്പിക്കാനുള്ള അവസരവും ഈ പരിപാടിയിലുണ്ട്. ഈ വർഷത്തെ കിഡ് ഷോ നവംബർ 16, 17 ദിവസങ്ങളിൽ ആലപ്പുഴ YMCA ഹാളിൽ സംഘടിപ്പിക്കുകയാണ്. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് IAS ഉച്ചയ്ക്ക് 2-ന് പരിപാടി ഉദ്ഘാടനം ചെയ്യും. L. ജോർജ് മാത്യു, അമൽരാജ് എന്നിവർ മുഖ്യാതിഥികളാവും. 17-ാം തീയതി വൈകിട്ട് 6 മണിക്ക് സമ്മാനദാന ചടങ്ങ് ആലപ്പുഴ MP KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. അമ്പലപ്പുഴ MLA H. സലാം സമ്മാനദാനം നിർവഹിക്കും. സിനിമ സീരിയൽ രംഗത്തെ പ്രശസ്തർ സമ്മാനദാന ചടങ്ങിന് എത്തിച്ചേരും. സമാപന ചടങ്ങിന് ശേഷം സിനിമ TV താരങ്ങൾ അണിനിരക്കുന്ന മെഗാ ഷോയും ഉണ്ടായിരിക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ലജ്നത്ത് മുഹമ്മദിയ സ്കൂളിലെ UP വിഭാഗം കലോത്സവം ശ്രദ്ധേയമായി. H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. പലതരത്തിലാണ് നമുക്കുള്ള ഒരു സർഗപരമായ ഓരോ കുഞ്ഞിന്റെ ഉള്ളിലുള്ള ആ കഴിവിനെ കൂടുതൽ വളർത്തിയെടുക്കാൻ കഴിയുക എന്ന ചിന്ത മാത്രമേ നമ്മൾ കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ വെക്കാൻ പാടുള്ളൂ. കലോത്സവമാകുമ്പോൾ ഒരു മത്സരവേദിയാണ്. മത്സരവേദി എന്തെന്ന് ചോദ്യം ചോദിച്ചാൽ ഉത്തരം മത്സരത്തിൽ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ഓരോ കുട്ടികളെയും കഴിവുകൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതാണ്. മത്സരിക്കാനും സമ്മാനം നേടാനും വേണ്ടിയിരുന്ന ഒരു വികാരത്തോട് കൂടി അതിനെ സമീപിക്കുമ്പോൾ ജയിക്കണം എന്നൊരു മാനസികാവസ്ഥ മനസ്സിൽ വരുമ്പോൾ കുറച്ചുകൂടി ഏറ്റവും മികച്ച നമ്മുടെ കഴിവിനെ മെച്ചപ്പെടുത്തുന്നതാണ്. ചിലമ്പൊലി എന്ന പേരിലാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കലോത്സവം ഒരുക്കിയത്. സ്കൂൾ മാനേജർ AM നസീർ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ TA അഷറഫ് കുഞ്ഞാശാൻ, പ്രധാനാധ്യാപിക E. സീന, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ മുഹമ്മദ്, UP ഇൻചാർജ് ഷംസത്ത് എന്നിവർ സംസാരിച്ചു. പ്രഥമാധ്യാപകൻ അബ്ദുൽ മഹീൻ റഷീദ് സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. വെട്ടയ്ക്കൽ നവഭാവനയുടെ നേതൃത്വത്തിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ IPS ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു. വെട്ടയ്ക്കൽ നവഭാവനയുടെ നേതൃത്വത്തിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു. ലോക ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ചാണ് ശാസ്ത്രമേള ഒരുക്കിയത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി MB മോഹനചന്ദ്രൻ IPS ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ 10 സ്കൂളുകൾ പങ്കെടുത്തു. ശാസ്ത്രമേളയിൽ കാവിൽ സെൻറ് മൈക്കിൾസ് HS ജേതാക്കളായി. അർത്തുങ്കൽ സെൻറ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 2ാം സ്ഥാനവും ലഭിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. കാട്ടൂർ സെൻറ് മൈക്കിൾസ് ഫൊറോന ദേവാലയത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സമർപ്പണ തിരുനാൾ നവംബർ 13 മുതൽ 17 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി ഫാദർ അലൻ ലെസ്ലി അറിയിച്ചു. കാട്ടൂർ സെൻറ് മൈക്കിളിൻ്റെ നാമത്തിലുള്ള ഈ ഇടവകയുടെ ശതോത്ര ജൂബിലിയാണ്. 1600 സ്ഥാപിതമായിട്ട് 2025 ആകുമ്പോൾ 425 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ ജൂബിലി ആഘോഷ ഭാഗമായിട്ട് ഒരു വർഷം നീണ്ടേക്കുന്ന ജൂബിലി പരിപാടികളും നവംബർ 13-ാം തീയതി വൈകിട്ട് 6:30 മണിക്ക് ആലപ്പുഴ രൂപയുടെ അധ്യക്ഷനായ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജെയിംസ് ആനാറമ്പിൽ ജൂബിലി ദീപം തെളിയിച്ചുകൊണ്ട് ജൂബിലി പ്രഖ്യാപിക്കുകയും തുടർന്ന് വരുന്ന ഒരു വർഷത്തോളം നീണ്ടുനിൽക്കുന്ന ജൂബിലി പരിപാടികൾ ഈ കാട്ടിനട നടത്തപ്പെടുകയാണ്. ഈ ജൂബിലി ആഘോഷത്തിലേക്കും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു.
കാട്ടൂർ സെന്റ് മൈക്കിൾസ് ഫൊറാന ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സമർപ്പണ തിരുനാൾ 13 മുതൽ 17 വരെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ അലൻ ലെസ്ലി പനക്കൽ, സഹവികാരി ഫാദർ മോൻസ കാർലോസ് എന്നിവർ അറിയിച്ചു. 13 രാവിലെ ദിവ്യബലി, വൈകിട്ട് 5 ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ നിന്ന് ജൂബിലി പതാക പ്രയാണം, 5:30 ബൈബിൾ പ്രയാണം, 6:30 ബിഷപ്പ് റവറൻ ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ ജൂബിലി പ്രഖ്യാപനവും ദീപം തെളിയിക്കലും നടത്തും. 7 പതാക ഉയർത്തൽ, 17 വരെ ദിവസവും ദിവ്യബലി, ജപമാല, ലിറ്റ്നി എന്നിവയും ഉണ്ടാകും. ടൈം ന്യൂസ്, ആലപ്പുഴ. ഭർത്താവിനോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ വാഹനാപകടം, ESI നഴ്സ് മരിച്ചു. ചേർത്തല ചെങ്ങണ്ട ചെട്ടിശ്ശേരിച്ചിറയിൽ റിട്ടയർഡ് KSRTC ജീവനക്കാരൻ പ്രദീപിൻ്റെ ഭാര്യ സുപ്രിയയാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. ഭർത്താവിനോടൊപ്പം സഞ്ചരിക്കവേ വാഹനാപകടം, ESI നഴ്സ് മരിച്ചു. പള്ളിപ്പുറ ചെങ്ങണ്ട ചെട്ടിശ്ശേരിച്ചിറയിൽ റിട്ടയർഡ് KSRTC ജീവനക്കാരൻ പ്രദീപിന്റെ ഭാര്യ സുപ്രിയയാണ് മരിച്ചത്. കാക്കനാട് ESI ആശുപത്രി നഴ്സാണ്. ചേർത്തല നെടുമ്പ്രക്കാട് പള്ളിക്കവലയിൽ ശനിയാഴ്ച രാത്രി 9:30 അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും മറ്റൊരു ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. അഖിൽ, അഭിജിത്ത് എന്നിവർ മക്കളും അഖില മരുമകളുമാണ്. BJP നേതാവ് T സജീവ്ലാലിന്റെ സഹോദരന്റെ ഭാര്യയാണ് സുപ്രിയ. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 നടക്കും. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. നാടിനെ ഭീതിയിലാക്കി വീണ്ടും കുറുവാ സംഘങ്ങൾ രംഗത്ത്. മണ്ണഞ്ചേരിയിൽ വീട്ടമ്മയുടെ 3.5 പവന്റെ മാല കവർന്നു, മറ്റൊരു വീട്ടിലും മാല പൊട്ടിച്ചു. നിരവധി വീടുകളിൽ മോഷണ ശ്രമം, ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമി മഹോത്സവത്തിന് കൊടികയറി. ചൊവ്വാഴ്ച രാവിലെ 8-നും 8:45-നും മധ്യേയാണ് കൊടിയേറ്റ് ചടങ്ങ് നടന്നത്. നവംബർ 23-നാണ് ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി. സീപ്ലെയിൻ പദ്ധതി അഷ്ടമുടിക്കായലിലോ പുന്നമടക്കായലിലോ അനുവദിക്കില്ലെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും മത്സ്യത്തൊഴിലാളി നേതാവുമായ TJ ആഞ്ചലോസ്. ഡാമിലോ മത്സ്യബന്ധനമില്ലാത്ത ജലാശയങ്ങളിലോ സീപ്ലെയിൻ പറക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നും ആഞ്ചലോസ്. കേരളത്തിലെ യുവജനങ്ങൾക്ക് ലോകത്തിൽ മുൻനിരയിലെത്താൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം ഉറപ്പാക്കണമെന്ന് മന്ത്രി P. പ്രസാദ്. മാറുന്ന ലോകത്തിന് അനുസരിച്ചുള്ള മാറ്റം അനിവാര്യമാണെന്നും P. പ്രസാദ് പറഞ്ഞു. കേരളത്തിലെ ആദ്യ വനിതാ ഡഫേദാർ ആലപ്പുഴയിൽ ചുമതലയേറ്റു. പവർ ലിഫ്റ്റിംഗ് താരമായ ചേർത്തല ചെത്തി സ്വദേശിനി K. സിജിയാണ് ആലപ്പുഴ കളക്ടറുടെ ഡഫേദാറായി ചരിത്രത്തിൽ ഇടം നേടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.